Hey hello everyone, assalamu alaikum, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹോം ടൂർ അല്ല, എൻ്റെ വീടും പരിസരവും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു ടൂർ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീടും പരിസരവും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഹോം ടൂർ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ വിചാരിച്ച് വന്നാൽ പിന്നെ മുറ്റത്തെ ടൂർ എടുക്കാമെന്ന്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന്, നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ സാധാരണ ടാറിട്ട റോഡല്ല കേട്ടോ, ഈ മണ്ണിൻ്റെ റോഡാണ്. സൈഡിൽ ഒരു കോൺക്രീറ്റ് ഇട്ട റോഡാണ്. അപ്പോൾ ആ ഒരു റോഡും കഴിഞ്ഞിട്ട് ആ ഒരു കോൺക്രീറ്റ് ഇട്ട റോഡും കഴിഞ്ഞിട്ട് ടാറിട്ട റോഡ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ സൈഡ്. പിന്നെ ഈ ഒരു ഭാഗമാണ് വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പോർച്ച്. അപ്പോൾ പോർച്ചിൻ്റെ സൈഡിലേക്ക് കണ്ട് ഇങ്ങനെ വലിയ മരം കാണുന്നത് അത് ബോഗൺവില്ലയാണ്, ഡാർക്ക് പിങ്ക് കളറിലുള്ളത്. പിന്നെ വീടിൻ്റെ സൈഡിൽ ലോലിപോപ്പ് പോലെ കുറേ ചട്ടിയിൽ കുറേ ചെടികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഈവനിങ്ങിലായപ്പോൾ കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വീഡിയോസെല്ലാം ഈ വീഡിയോസെല്ലാം ഞാൻ രാവിലെ എടുത്തതേനു. അപ്പോൾ രാവിലെ അങ്ങനെ വെറുതെ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയപ്പോൾ നല്ല ക്ലിയർ കണ്ടുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൽ നിന്ന് നേരെ ഇറങ്ങി പോകുമ്പം കുറേ ചട്ടികളും ചെടികളും എല്ലാം കാണും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടികളെല്ലാം പണ്ട് പുരാതന കാലത്തേ ഉള്ളതാണ്. പിന്നെ ഇത് കോസ്മസ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വിരിയും, പിന്നെ അത് ഫുള്ള് വാടും, പിന്നെ കുറേ 2-3 മാസം കഴിയുമ്പോൾ പിന്നെയും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആവുന്നതാണ്. അപ്പോൾ ചില സമയത്ത് ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ, അങ്ങ് റോഡ് വരെ ഉണ്ടാകും. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഓറഞ്ചും മഞ്ഞയും കളറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇപ്പം കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇത് ചിലപ്പോൾ അങ്ങ് വരെയെല്ലാം ഉണ്ടാകും, കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ റോഡ് കണ്ട, ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീടെത്തും. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ വന്നാൽ നമ്മളെ വീടെത്തും. ആ കാണുന്ന പിങ്ക് ബിൽഡിങ് സ്കൂളാണ്, CBSE സ്കൂളാണ് കേട്ടോ. ആ സ്കൂളിൻ്റെ ഓഡിറ്റോറിയമാണ് അവിടെ കാണുന്നത്. അപ്പോൾ സ്കൂൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ മതിൽ ചാടിപ്പോകുക സ്കൂളിലേക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര പൂമ്പാറ്റയാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് പൂക്കളായതുകൊണ്ട് തന്നെ നല്ല പൂമ്പാറ്റയാണ്. ചില സമയത്ത് ഇതിനേക്കാളും കുറേ പൂമ്പാറ്റെല്ലാം കാണും. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ സൈഡിലും കുറേ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി വൈറ്റ് കളറിൽ കാണുന്ന പൂവുണ്ട്, അതിനെന്തോ ബസ്സിപ്പൂ എന്നാ മറ്റല്ലേ പറയാ, അങ്ങനെ എന്തോ തോന്നുന്നു. പിന്നെ കുറച്ച് കുപ്പിയിൽ എന്തെല്ലോ സംഭവങ്ങളുണ്ട്. അത് പെട്രോളും. പിന്നെ എൻ്റെ മോള് ജനലിലോട്ട് വലിച്ചതിൻ്റെ മോള് ബ്രഷല്ലാന്ന് കേട്ടോ. പിന്നെ യൂസ് ആക്കാൻ വേണ്ടി പറ്റൂലല്ലോ, അതെല്ലാം സൈഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയും കുറേ ചെടികളുണ്ട്. എവിടെ നോക്കിയാലും ചെടികൾ തന്നെ. കാട്ടിൻ്റെ ഉള്ളിലാണ് ഗൈസ് നമ്മളെ വീട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം കാണുമ്പോൾ തന്നെ കണ്ട ഇവിടെ ഫുള്ള് പക്ഷികളുടെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ചെടികളെല്ലാം ഇടയ്ക്ക് ഒരു പൈപ്പുണ്ട്. അപ്പോൾ ഭയങ്കര സൗണ്ടാണ് കേട്ടോ, നല്ല രസമാണ്. നല്ല കിളികളെല്ലാം സൗണ്ടും, കുറേ കിളികളെല്ലാം അവിടെ കൂടെല്ലാം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ 2-3 പൂക്കൾ മാത്രമുള്ള ബോഗൺവില്ല. ഇടയ്ക്ക് കുറേ പൂക്കളെല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ഒരു മൈലാഞ്ചിൻ്റെ ചെടിയുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം തുളസിയെല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം ഇപ്പോൾ വീഡിയോയിൽ ശരിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ഇതെല്ലാം എന്തെല്ലോ ചെടികളാണ് വെറുതെ ഷോ പീസായിട്ട് വെച്ചത്. പിന്നെ ഇതെൻ്റെ വ്ളോഗെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം പേരക്ക. അപ്പോൾ കുറച്ച് പേരക്കയെല്ലാം ഉണ്ട് കേട്ടോ, വലുതായിട്ടൊന്നുമില്ല, എല്ലാം കുഞ്ഞി പേരക്കയാണ്. അങ്ങനെ അതിൻ്റെ സൈഡിലെല്ലാം കുറേ മരച്ചെടികളുണ്ട്, പല കളറിലായിട്ടുള്ള കുറേ മരച്ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേക്കിലും എല്ലാം പേരക്കയുണ്ട്. നമ്മളെ വീട്ടിൽ പിന്നെ എവിടെ നോക്കിയാലും പേരക്കയായിരിക്കും. പിന്നെ ഇവിടെയും എന്തെല്ലോ കളറിലുള്ള ഈ ചെടികളെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇതെല്ലാം വെറുതെ ഒരു ഷോ പീസായിട്ട് അങ്ങനെ വെക്കുന്ന ചെടികളാണ്. പിന്നെ ഇതെൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ വീടാണ്. അതിൻ്റെ ബാക്കിൽ ഉപ്പാൻ്റെ പെങ്ങളെ വീടുണ്ട്. പെങ്ങൾ മീൻസ് ഉപ്പാൻ്റെ അനിയത്തിൻ്റെ വീടുണ്ട്. പിന്നെ ഈ തെങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെ ചെടികളെല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയപ്പോൾ മേലേക്കൊന്ന് വെറുതെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് സൺസെറ്റിൻ്റെ എല്ലാം ടൈം നല്ല രസമായിരിക്കും. ആ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് നല്ല ഗോൾഡൻ കളറെല്ലായിട്ട് ആ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ വിട്ടുപോയി. അപ്പോൾ പിന്നെ ഉള്ള വീഡിയോസെല്ലാം വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണ്ട, ഇതിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ആക്കിയതാണ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് കാട് പിടിച്ചുകൊണ്ട് അതിലോട്ട് ആരും പോക്കുന്നില്ല. ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്കും എല്ലാം പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഒരു ഗ്യാപ്പ് വെച്ചിന്. പിന്നെ ഈ ഒരു വീട് കണ്ട, ആ വീട് എൻ്റെ ഉപ്പാൻ്റെ തറവാടാണ്. പിന്നെ ഇവിടെയും ഒരു പേരക്കൻ്റെ ചെടിയുണ്ട്. പിന്നെ ഇതും എല്ലാം പേരക്ക തന്നെയാണ്. ഈ ഒരു പേരക്കൻ്റെ ചെടി കണ്ട, ഇത് പിങ്ക് കളറിലുള്ള പേരക്കയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്താൽ ഉള്ള പിങ്ക് ആയിരിക്കും, പക്ഷെ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രമേ ആവുള്ളൂ കേട്ടോ.
പിന്നെ ഇതാ കുറച്ച് വാഴയെല്ലാം ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലെല്ലാം എന്തെല്ലോ നട്ടിട്ടുണ്ട് കേട്ടാ. എന്തെല്ലാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ പിന്നെ ചെടികൾ നടുന്ന കാര്യത്തിലൊന്നും അത്ര വലിയ ആക്റ്റീവ് അല്ല കേട്ടാ. അതുകൊണ്ട് എന്താ നട്ടതെന്ന് അറിയില്ല. കാന്താരി അല്ല, പച്ചമുളക് അങ്ങനെ എന്തെല്ലോ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു തറവാട് കണ്ട, ഇതിപ്പോൾ കുറേ ആയി ആരും താമസിക്കാത്തത്. ഫുള്ള് കാടെല്ലാം പിടിച്ച് ഫുള്ള് അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ കെട്ടി വെച്ചതാണ് കേട്ടോ. ആ പശുവോ അങ്ങനെ എന്തെങ്കിലും തിന്നണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. പിന്നെ ഇത് നമ്മളെ സ്വന്തം അടുപ്പ്. സൈഡിൽ നമ്മളെ അലക്കുകല്ലുണ്ട്, അവിടെ നിന്ന് അനിയത്തി അലക്കുന്നുണ്ട്. പിന്നെ ഇതാ തെങ്ങിന് ചുറ്റും ഇത് എന്തോ ഒരു ടൈപ്പ് പാപ്പാത്തി ചെടിയാന്ന് തോന്നുന്നത്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്. അപ്പോൾ പിന്നെ ഇവിടെയും എല്ലാം കുറേ മരച്ചെടികൾ തന്നെയാണ് കൂടുതൽ. നമ്മളെ വീട്ടിലുള്ളത് ഓൾമോസ്റ്റ് കൂടുതൽ മരച്ചെടികൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ കിണർ ഗൈസ്. പിന്നെ കിണറിൻ്റെ സൈഡിൽ കണ്ട, അത് ഒരു ടൈപ്പ് മുറിയൻ ചപ്പ് എന്നാ മറ്റും പറയൂലേ, ആ ഒരു സംഭവമാണ്. ഇത് ഫുള്ള് പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറേ കൊത്തിക്കളഞ്ഞതാണ്. അത് നല്ല ഇതാണ് കേട്ടോ. മുറിഞ്ഞാലെല്ലാം നല്ല മുറിവെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഈ ഒരു നെറ്റ് എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയായിരിക്കും. എൻ്റെ റൂമിലത്തെ മോസ്കിറ്റോ നെറ്റാണ്. അത് പിന്നെ ഭയങ്കരമായിട്ട് ഈ കൊതുകിൻ്റെ എല്ലാം ബ്ലഡെല്ലാം ആയിട്ട് ഫുള്ള് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് മാറ്റിയിട്ട് വേറൊന്ന് പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് കിണറിൻ്റെ അവിടെ മേലെ ഇട്ടേ ഉള്ളൂ. പിന്നെ അനിയത്തി അവിടെ നിന്ന് അലക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലും കോസ്മസ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ പൂമ്പാറ്റയെല്ലാം വന്നിരുന്ന് അതിൻ്റെ പൊടിയെല്ലാം കാറ്റത്ത് പാറി അങ്ങനെ അവിടെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആയതാണ്. പിന്നെ ഇവിടെയെല്ലാം നെറ്റ് കെട്ടിയത് എന്താണെന്ന് വെച്ചാൽ പട്ടികളെല്ലാം കയറുന്നുണ്ടാന്ന് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മളെ ക്ലോറിൻ വെള്ളത്തിൻ്റെ പൈപ്പുണ്ട്. ഇപ്പോൾ പൈപ്പ് കണക്ഷൻ ആക്കിയെന്നല്ലോ, ആ ഒരു പൈപ്പാണത്. പിന്നെ ഇവിടെ വീണ്ടും പേരക്കമരം ഗൈസ്. അപ്പോൾ പേരക്കമരത്തിൻ്റെ ഇടയിലൂടെ പോയാൽ പിന്നെയും ഒരു പേരക്കമരമുണ്ട്. പിന്നെ ബസ്സിപ്പൂ റോസ് കളറിലുള്ളതും പിന്നെ കറ്റാർ വാഴ അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. കറ്റാർ വാഴ നല്ല ഇതായിന് കേട്ടോ. കുറേ ആയി നട്ടിട്ട് കുറേ യൂസ് ആക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ കാച്ചാനും അങ്ങനെയെല്ലാം കുറേ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് യൂസ്ഫുള്ളായത് നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ നട്ട് വളർത്തിയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല രസമാണല്ലോ. അങ്ങനെ ആ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ട, അത് ഒരു പ്ലാസ്റ്റിക് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ചെടിയാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കാട് തന്നെയാണ് കേട്ടോ. നല്ല കാറ്റും, അതുകൊണ്ട് നല്ലൊരു രസമാണ് ഇങ്ങനെ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.